പുരാവസ്തു വകുപ്പിന് കീഴിൽ അവസരം, ജലഗതാഗത വകുപ്പിൽ അവസരം, മൃഗസംരക്ഷണ വകുപ്പിൽ ഒഴിവ്, അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ അവസരം, ആരോഗ്യ വകുപ്പിന് കീഴിൽ അവസരം. പ്ലീസ് സപ്പോർട്ട് മീ, സബ്സ്ക്രൈബ് മൈ ചാനൽ. പുരാവസ്തു വകുപ്പിൽ ജോലി ഒഴിവ്. പുരാവസ്തു വകുപ്പിന് കീഴിൽ സ്ഥിര ജോലി നേടാൻ അവസരം. ഡിസൈനർ തസ്തികയിലേക്കാണ് പുതിയ റിക്രൂട്ട്മെൻറ്റ്. ആകെ ഒരു ഒഴിവാണുള്ളത്. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റ് മുഖാന്തരം ഒറ്റത്തവണ രജിസ്ട്രേഷൻ പൂർത്തിയാക്കി അപേക്ഷ നൽകണം. അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി ഒക്ടോബർ 3. തസ്തിക ഒഴിവ്. പുരാവസ്തു വകുപ്പിൽ ഡിസൈനർ റിക്രൂട്ട്മെൻറ്റ്. ആകെ ഒരു ഒഴിവ്. കാറ്റഗറി നമ്പർ 270/2025. ശമ്പളം തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം 39,300 രൂപ മുതൽ 83,000 രൂപ വരെ ശമ്പളമായി ലഭിക്കുന്നതാണ്. പ്രായപരിധി 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം. ഉദ്യോഗാർത്ഥികൾ 2/1/1989 1/1/2007 ഇടയിൽ ജനിച്ചവരായിരിക്കണം. പട്ടികജാതി, പട്ടികവർഗം, മറ്റ് പിന്നാക്ക വിഭാഗം എന്നിവർക്ക് നിയമാനുസൃത ഇളവ് ലഭിക്കുന്നതാണ്. യോഗ്യത: 10ാം ക്ലാസ് വിജയിച്ചിരിക്കണം. പെയിൻറ്റിംഗ് അല്ലെങ്കിൽ ഡ്രോയിങ് കോഴ്സ് വിജയിച്ച സർട്ടിഫിക്കറ്റ് വേണം. ലാൻഡ് സർവേ, ഡ്രാഫ്റ്റ്മാൻഷിപ്പ് എന്നിവയിൽ സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ട്. അപേക്ഷിക്കേണ്ട വിധം: ഉദ്യോഗാർത്ഥികൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിച്ച് അപേക്ഷകൾ നൽകാവുന്നതാണ്. ജലഗതാഗത വകുപ്പിന് കീഴിൽ ജോലി ഒഴിവ്. കേരള സംസ്ഥാന ജലഗതാഗത വകുപ്പിന് കീഴിൽ ജോലി നേടാൻ അവസരം. കാർപ്പൻ്റർ തസ്തികയിലാണ് പുതിയ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത്. വകുപ്പിന് കീഴിൽ പ്രതീക്ഷിത ഒഴിവുകളാണുള്ളത്. താൽപ്പര്യമുള്ളവർ കേരള PSC വെബ്സൈറ്റ് മുഖേന അപേക്ഷകൾ നൽകണം. അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി ഒക്ടോബർ 3. തസ്തിക ഒഴിവ്. കേരള സംസ്ഥാന ജലഗതാഗത വകുപ്പിൽ കാർപ്പൻ്റർ ഡിപ്പാർട്ട്മെൻറ്റിൽ പ്രതീക്ഷിത ഒഴിവുകളാണുള്ളത്. ശമ്പളം തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം 25,100 രൂപ മുതൽ 57,900 രൂപ വരെ ശമ്പളമായി ലഭിക്കും. പ്രായപരിധി 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം. ഉദ്യോഗാർത്ഥികൾ 2/1/1989 1/1/2007 ഇടയിൽ ജനിച്ചവരായിരിക്കണം. യോഗ്യത: 7ാം ക്ലാസ് വിജയിച്ചിരിക്കണം അല്ലെങ്കിൽ തതുല്യ യോഗ്യത വേണം. കാർപ്പൻട്രി ട്രേഡിലുള്ള നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ തതുല്യ യോഗ്യത വേണം. ഉദ്യോഗാർത്ഥികളുടെ പ്രാവീണ്യം തെരഞ്ഞെടുപ്പ് സമയത്ത് പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തുന്ന ഒരു പ്രായോഗിക പരീക്ഷയിലൂടെ നിർണ്ണയിക്കുന്നതായിരിക്കണം. അപേക്ഷിക്കേണ്ട വിധം: ഉദ്യോഗാർത്ഥികൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ വെബ്സൈറ്റ് മുഖേന അപേക്ഷകൾ നൽകാവുന്നതാണ്. മൃഗസംരക്ഷണ വകുപ്പിൽ സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് വഴി ജോലി നേടാൻ അവസരം. മൃഗസംരക്ഷണ വകുപ്പിൽ സ്ഥിര ജോലി നേടാൻ അവസരം. വെറ്ററിനറി സർജൻ ഗ്രേഡ് 2 തസ്തികയിലാണ് പുതിയ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത്. കേരള PSC കീഴിൽ നടക്കുന്ന സ്പെഷ്യൽ നിയമനമാണിത്. തസ്തിക ഒഴിവ്. മൃഗസംരക്ഷണ വകുപ്പിൽ വെറ്ററിനറി സർജൻ ഗ്രേഡ് 2 SC സമുദായങ്ങൾക്ക് മാത്രമേ സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ്. ആകെ ഒരു ഒഴിവാണുള്ളത്. കാറ്റഗറി നമ്പർ 311/2025. ശമ്പളം തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം 55,200 രൂപ മുതൽ 1,15,300 രൂപ വരെ ശമ്പളമായി ലഭിക്കും. പുറമെ സർക്കാർ സർവീസുകൾ ലഭിക്കുന്ന മറ്റ് ആനുകൂല്യങ്ങളും അനുവദിക്കുന്നതാണ്. പ്രായപരിധി 18 വയസ്സ് മുതൽ 42 വയസ്സ് വരെ പ്രായമുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. യോഗ്യത: SSC സംവരണ വിഭാഗത്തിൽ ഉൾപ്പെട്ടവരായിരിക്കണം. വെറ്ററിനറി സയൻസിൽ ബിരുദം നേടിയിരിക്കണം. 1984 ഇന്ത്യൻ വെറ്ററിനറി കൗൺസിൽ ആക്ടിന് അനുസൃതമായി കേരള സംസ്ഥാന വെറ്ററിനറി കൗൺസിൽ രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കണം. മലയാള ഭാഷ കൈകാര്യം ചെയ്ത് പരിജ്ഞാനം ആവശ്യമാണ്. അപേക്ഷിക്കേണ്ട വിധം: ഉദ്യോഗാർത്ഥികൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിച്ച് അപേക്ഷകൾ നൽകാവുന്നതാണ്. കുറിപ്പ്: സംവരണ വിഭാഗത്തിൽ പെടാത്ത ഉദ്യോഗാർത്ഥികൾ സമർപ്പിക്കുന്ന അപേക്ഷകൾ നിരസിക്കുന്നതാണ്. അങ്ങനെയുള്ളവർക്ക് അപേക്ഷ നിരസിച്ചുകൊണ്ടുള്ള അറിയിപ്പ് പ്രത്യേകമായി നൽകുന്നതല്ലെന്ന് PSC അറിയിച്ചിട്ടുണ്ട്. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ അസിസ്റ്റൻ്റ് ജോലി ഒഴിവ്. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ജോലി അവസരം. അസിസ്റ്റൻ്റ് തസ്തികയിലേക്കാണ് പുതിയ റിക്രൂട്ട്മെൻറ്റ്. കേരള PSC കീഴിൽ സ്ഥിര നിയമനമാണ് നടക്കുക. താൽപ്പര്യമുള്ളവർ ഒക്ടോബർ 3 മുമ്പായിട്ട് അപേക്ഷ നൽകണം. തസ്തിക ഒഴിവ്. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ അസിസ്റ്റൻ്റ്. പ്രതീക്ഷിത ഒഴിവുകളാണ് വന്നിട്ടുള്ളത്. കാറ്റഗറി നമ്പർ 269/2025. ശമ്പളം തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം 39,300 രൂപ മുതൽ 83,000 രൂപ വരെ ശമ്പളമായി ലഭിക്കും. പ്രായപരിധി 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം. ഉദ്യോഗാർത്ഥികൾ 2/1/1989 1/1/2007 ഇടയിൽ ജനിച്ചവരായിരിക്കണം. മറ്റു പിന്നോക്ക വിഭാഗങ്ങളിൽ ഉൾപ്പെട്ടവർക്ക് പട്ടികജാതി, പട്ടികവർഗ വിഭാഗങ്ങൾക്ക് നിയമാനുസൃത ഇളവ് ലഭിക്കുന്നതാണ്. യോഗ്യത: ഡിഗ്രി വിജയിച്ചിരിക്കണം. നിയമത്തിൽ ഡിഗ്രി കഴിഞ്ഞവർക്ക് മുൻഗണനയുണ്ട്. ഡിഗ്രി UGC അംഗീകൃത സർവകലാശാലയിൽ നിന്നോ ഇന്ത്യ ഗവൺമെൻറ് രൂപീകരിച്ചിട്ടുള്ള ദേശീയ സ്ഥാപനത്തിൽ നിന്നോ കേരള ഗവൺമെൻറ് രൂപീകരിച്ചിട്ടുള്ള സ്ഥാപനത്തിൽ നിന്നോ നേടിയതായിരിക്കണം.
അപേക്ഷിക്കേണ്ട വിധം ഉദ്യോഗാർത്ഥികൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് മുഖേന അപേക്ഷകൾ നൽകാവുന്നതാണ്. ഉദ്യോഗാർത്ഥി അപേക്ഷയിൽ അവകാശപ്പെട്ട ജാതി, സമുദായം SSLC ബുക്കിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതിൽ നിന്നും വ്യത്യസ്തമാണെങ്കിൽ നോ ക്രിമിനൽ സർട്ടിഫിക്കറ്റ്, ജാതി സർട്ടിഫിക്കറ്റിനോടൊപ്പം ജാതി വ്യത്യാസം സംബന്ധിച്ച ഗസറ്റഡ് വിജ്ഞാപനം കൂടി പ്രമാണ പരിശോധന സമയത്ത് ഹാജരാക്കേണ്ടതാണ്. അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി 3/10/2025. ഡയറക്ടറേറ്റ് ഓഫ് ഹെൽത്ത് സർവീസ്, ഗവൺമെന്റ് ഓഫ് കേരള. ജോലി അവസരം: ആരോഗ്യ വകുപ്പിന് കീഴിൽ കോഴിക്കോട് ജില്ലയിൽ ജോലി അവസരം. വെൽഡർ തസ്തികയിലാണ് കേരള PSC പുതിയ റിക്രൂട്ട്മെന്റ് നടത്തുന്നത്. ആകെ ഒരു ഒഴിവാണുള്ളത്. താൽപ്പര്യമുള്ളവർക്ക് ഒക്ടോബർ 3 മുമ്പായിട്ട് ഓൺലൈൻ അപേക്ഷ നൽകണം. തസ്തിക ഒഴിവ്: ആരോഗ്യ വകുപ്പിൽ വെൽഡർ റിക്രൂട്ട്മെന്റ്. കോഴിക്കോട് ജില്ലയിൽ ഒരു ഒഴിവാണുള്ളത്. സ്ഥിര സർക്കാർ നിയമനം. കാറ്റഗറി നമ്പർ 292/2025. ശമ്പളം: തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം 25,100 രൂപ മുതൽ 57,900 രൂപ വരെ ശമ്പളമായി ലഭിക്കും. പ്രായപരിധി: 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം. ഉദ്യോഗാർത്ഥികൾ 2/1/1989 1/1/2006 ഇടയിൽ ജനിച്ചവരായിരിക്കണം. SC/ST, OBC മറ്റ് സംവരണ വിഭാഗങ്ങൾക്ക് നിയമാനുസൃത വയസ്സിളവ് അനുവദിക്കുന്നതാണ്. യോഗ്യത: വെൽഡിംഗ് ട്രേഡിൽ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ തത്തുല്യം ഉണ്ടായിരിക്കണം. അപേക്ഷിക്കേണ്ട വിധം ഉദ്യോഗാർത്ഥികൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് മുഖേന അപേക്ഷകൾ നൽകാവുന്നതാണ്.